നമസ്കാരം. ചാനൽ ചർച്ചയിൽ വ്യക്തിപരമായി അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് 24 അവതാരകൻ ഹാഷ്മിക്കെതിരെ അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ വിമർശനങ്ങൾ ഏറെ ഗൗരവമാകുകയാണ്. പിണറായി സർക്കാർ നിരന്തരം മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രൈം നന്ദകുമാറിൽ തുടങ്ങി മറുനാടൻ ഷാജനും വിനു വി ജോണും വിനീത വിജിയുമൊക്കെ കടന്ന് ഇപ്പോൾ ഹാഷ്മിക്ക് നേരെയാണ് സർക്കാരിന്റെ ഓലപ്പീപ്പി. എന്നാൽ ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന ചുണക്കുട്ടിയുടെ നാവിനെ നിശബ്ദമാക്കാൻ കമ്മിക്കുഞ്ഞുങ്ങളുടെ ഈ ഓലപ്പാമ്പ് പരാതി കൊണ്ടൊന്നും കഴിയില്ല. എന്നെ പേടിപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയന് മുന്നിൽ പോയി കരഞ്ഞ സഖാവ് അരുൺകുമാറിനെ പോലുള്ള പേടിത്തൊണ്ടന്മാർ ഊതിയാൽ പറന്നു പോകുന്ന അപ്പൂപ്പൻ താടിയല്ല കേരളത്തിലെ മാധ്യമപ്രവർത്തകർ. പ്രത്യേകിച്ച് CPM-കാരുടെ കാലനായി മാറിയിരിക്കുന്ന ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലുള്ളവർ. തീപ്പൊരി ഇൻട്രോകൾ കൊണ്ട് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM-കാരെ ചവിട്ടിക്കൂട്ടി താഴെയടിക്കാറുണ്ട് ഹാഷ്മി പലപ്പോഴും. കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് അരുൺകുമാറിനെ ഹാഷ്മി ചാനലിലിരുത്തി പൊളിച്ചടുക്കുകയായിരുന്നു. നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ മാധ്യമപ്രവർത്തകയും KSU പ്രവർത്തകരും ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ച് അരുൺകുമാറിന്റെ നേതൃത്വത്തിൽ ഒരു നാറിയ കളിയങ്ങ് കളിച്ചു. പോലീസ് മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തിരുന്നു. ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ സഖാവ് നടത്തിയ ഉഡായിപ്പുകൾ ഹാഷ്മി പൊളിച്ചടുക്കി. അതാണിപ്പോൾ വ്യക്തിപരമായ അധിക്ഷേപിച്ചു എന്ന കേസിട്ട് ഹാഷ്മിയെ മൂക്കിൽ വലിച്ചു കയറ്റാമെന്ന് സഖാക്കൾ സ്വപ്നം കാണുന്നത്. കെ.എസ്. അരുൺകുമാർ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു. അതിലെ ചുരുക്കം ഇങ്ങനെയാണ്: നവകേരള ബസിന് നേരെ ഷൂ എറിഞ്ഞ സംഭവത്തിൽ ഒരു മാധ്യമപ്രവർത്തകയും കേസിലെ 1-ാം പ്രതിയും തമ്മിൽ നിരവധി തവണ ഫോണിൽ സംസാരിച്ചുവെന്നും ചാറ്റ് ചെയ്തിരുന്നുവെന്നും ഞാൻ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തു. ഇത് ശരിയും സത്യസന്ധവുമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് ക്രിമിനൽ കൃത്യങ്ങൾക്ക് ഗൂഢാലോചന നടത്താനുള്ള ലൈസൻസ് അല്ല. സത്യം KSU നേതാവിന്റെ സാമർഥ്യത്തെക്കാൾ സുന്ദരമായതിനാൽ ഇപ്പോൾ സംഭവ ദിവസത്തെ കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു. ബാക്കി വിവരങ്ങൾ പിന്നീട്. ഇങ്ങനെയായിരുന്നു ആ കുറിപ്പ്. കോൾ ലിസ്റ്റ് ഉൾപ്പെടെ അരുൺകുമാർ പോസ്റ്റും ചെയ്തിരുന്നു. അരുൺകുമാറിന്റെ ഈ നാറിയ കളി ഹാഷ്മി താജ് ഇബ്രാഹിം പൊളിച്ചടുക്കി. ഈ CDR എവിടെ നിന്ന് കിട്ടി എന്നൊരു ചോദ്യം ഹാഷ്മി ചോദിച്ചു. അതോടെ അരുൺകുമാറിന്റെ വായടഞ്ഞു. പോലീസിന്റെ പക്കലുള്ള CDR ചോർത്തുന്നത് നിയമവിരുദ്ധമാണോ എന്ന ചോദ്യം അരുൺകുമാറിനെ കരയിച്ചു. പിന്നീട് അങ്ങോട്ട് അരുൺകുമാറിന്റെ രോദനമായിരുന്നു. പോലീസിന്റെ പക്കലുള്ള രേഖകൾ എങ്ങനെയാണ് CPM-കാർക്ക് കിട്ടുന്നത്? പോലീസ് ആസ്ഥാനം ഇനി AKG സെന്ററിലേക്ക് മാറ്റിയോ? ഇത് ഷൂട്ട് ചെയ്യുമെന്ന് മാധ്യമപ്രവർത്തക പറയുന്നത് കേട്ട് ഇത് കട്ട് ചെയ്ത് മാറ്റി ഷൂ എറിയൂ എന്നാക്കി എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ചത് ഈ കമ്മിക്കൂട്ടങ്ങളാണ്. എന്നിട്ട് വന്നിരുന്ന് വാദിക്കുന്നു. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് സഹായിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളെ വിളിച്ച അരുൺകുമാറിന് ഇപ്പോൾ മാധ്യമങ്ങളോട് പുച്ഛമോ എന്ന് ഹാഷ്മി പച്ചയ്ക്ക് ചോദിച്ചു. ഇതോടെ അരുൺകുമാറിന്റെ കിളിപോയി. എന്തായാലും ഹാഷ്മിയുടെ വായിൽ അല്പനേരം കയറിയിറങ്ങിയത് അരുൺകുമാറിന് വല്ലാതെ അങ്ങ് ക്ഷീണമായി. അതാണിപ്പോൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ച് ഹാഷ്മിയെ പേടിപ്പിക്കാൻ നോക്കിയത്. ഇവിടെ മാധ്യമങ്ങൾക്ക് പിണറായി വിജയനെ പോലും പേടിയില്ല, പിന്നെയല്ലേ വെറും അരുൺകുമാറിനെ. നവകേരള സദസ്സിനെതിരെ യൂത്ത് കോൺഗ്രസുകാരുടെ ഷൂവേറ് പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 ന്യൂസ് ചാനൽ പ്രതിനിധി ഗൂഢാലോചന കേസിൽ പ്രതിയാക്കി പോലീസ് കേസെടുത്തത് ഏറെ വിവാദമായിരുന്നു. ഇതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചാനൽ പ്രതിനിധിക്കെതിരെ കേസെടുത്തതെന്നാണ് പോലീസിന്റെ ഭാഷ്യം. എന്നാൽ ചാനൽ അധികൃതർ ഈ ആരോപണങ്ങളെല്ലാം തന്നെ തള്ളുകയും ചെയ്യുന്നു. സംഭവത്തിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ പ്രതിഷേധിക്കുകയും FIR റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ 24 ന്യൂസ് ചാനലിനെതിരെ സൈബർ സഖാക്കൾ കൂട്ടത്തോടെ തിരിഞ്ഞിട്ടുമുണ്ട്. മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് 24 എൻകൗണ്ടറിൽ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം പഞ്ച് ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതോടെയാണ് അദ്ദേഹവും നോട്ടപ്പുള്ളിയായത്. മഹാരാജാവേ, നിങ്ങൾ പട്ടാപകലും നഗ്നനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിശക്തമായ ഭാഷയിൽ സർക്കാരിനെ വിമർശിച്ചുകൊണ്ടായിരുന്നു ഹാഷ്മിയുടെ ഇൻട്രോ. ഈ ഇൻട്രോ സൈബർ ഇടത്തിൽ വലിയ സ്വീകാര്യത കിട്ടുകയും ചെയ്തു. ഇതോടെയാണ് ഇടത് സൈബർ കേന്ദ്രങ്ങൾ ഹാഷ്മിക്കെതിരെ രംഗത്ത് വന്നത്. ഇപ്പോൾ ഹാഷ്മിയെ കൊല്ലുമെന്ന ഭീഷണി പോലും സൈബർ ഇടത്തിലൂടെ ലഭിച്ചുവെന്നാണ്
ഹാഷ്മി ഇന്ന് ചാനൽ പരിപാടിക്കിടെ വ്യക്തമാക്കിയത്. കടുത്ത സൈബർ ആക്രമണമാണ് തനിക്ക് നേരെ നടക്കുന്നത് എന്നും ഹാഷ്മി പറഞ്ഞു. ക്രിസ്മസ് തലേന്ന് ഫോണിലേക്ക് വന്ന നൂറുകണക്കിന് ഭീഷണി ഫോൺ കോളുകളും എത്തിയെന്നാണ് ഹാഷ്മിയുടെ വെളിപ്പെടുത്തൽ. ഇക്കൂട്ടത്തിലാണ് വധഭീഷണിയും എത്തിയത്. കോമ്രേഡ്സ് PJ കണ്ണൂർ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജിൽ നിന്ന് ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നുള്ള കൊലവിളി സന്ദേശവും ഹാഷ്മിക്ക് വന്നിരിക്കുന്നു. ഇക്കാര്യവും ഹാഷ്മി തന്നെയാണ് വെളിപ്പെടുത്തിയത്. CPIM ഇടവണ്ണ ലോക്കൽ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ ഫോൺ നമ്പർ പ്രചരിപ്പിച്ചാണ് തനിക്ക് നേരെയുള്ള ഭീഷണിയുടെ തുടക്കമെന്നും അദ്ദേഹം പറഞ്ഞു. നൌഷാദ് എന്നയാളാണ് നമ്പർ പ്രചരിപ്പിച്ചത്. 24 ചാനലിലെ ഹാഷ്മിക്ക് നേരിട്ട് അഭിവാദ്യം അർപ്പിക്കുന്നവർക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടാമെന്നതായിരുന്നു നമ്പറിനൊപ്പമുള്ള പോസ്റ്റ്. പിന്നാലെ നൂറുകണക്കിന് ഭീഷണി കോളുകൾ അർദ്ധരാത്രിയോടെ ഫോണിലേക്ക് എത്തി. ഇപ്പോഴും കോളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും അവതാരകൻ പറയുന്നു. CPIM സൈബർ പോരാളികളുടെ നേതൃത്വത്തിലുള്ള പോരാളി ഷാജി എന്ന FB പേജിലും ഫോൺ നമ്പർ പ്രചരിക്കുന്നുണ്ട്. തെറിവിളിയും കൊലവിളിയും അടങ്ങുന്ന സന്ദേശങ്ങളാണ് ഫോണിലേക്ക് വരുന്നത് എന്നാണ് ഹാഷ്മി പറയുന്നത്.